നെൽകർഷകരെ കാണാൻ സാധിച്ചു. അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ പോലെ ഒരുപാട് വിഷയങ്ങൾ, നിരന്തരമായ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ചിറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഹെവിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽ കൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പലിശക്കെടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് നെൽകർഷകരെ കാണാൻ സാധിച്ചു. അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ പോലെ ഒരുപാട് വിഷയങ്ങൾ, നിരന്തരമായ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ചിറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഹെവിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽ കൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പലിശക്കെടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് നെൽകർഷകരെ കാണാൻ സാധിച്ചു. അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ പോലെ ഒരുപാട് വിഷയങ്ങൾ, നിരന്തരമായ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ചിറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഹെവിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽ കൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പലിശക്കെടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ